പിശാച് ഏത് രൂപത്തിലും അവൻ വേഷം കെട്ടും. നന്മയുടെ രൂപത്തിൽ വേഷം കെട്ടുന്ന അനേകം തിന്മയുടെ രൂപങ്ങൾ ഈ ലോകത്തുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ നന്മ കാണിക്കുകയും ഉള്ളിൽ കടിച്ചു കീറുന്ന സിംഹത്തെ ഒതുക്കി വയ്ക്കുന്ന അനേകം നീതിപീഠത്തിന് മുന്നിലും ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന അനേകം ഭരണകർത്താക്കൾ വരെയുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്തും പുറത്തും അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടുമുട്ടാം. അതുകൊണ്ട് ആദ്യമേ കാലഘട്ടം മുതൽ സഭയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, മുഖ്യദൂതനായ മിഖായേലിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മിഖായേലിനോട് പ്രാർത്ഥിക്കുന്നത്? ഈ ലോകാരൂപിയെ തോൽപ്പിക്കാൻ നമുക്കുള്ള വലിയൊരു മധ്യസ്ഥമാണ് വിശുദ്ധനായ മിഖായേൽ. വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട്, അന്ത്യകാലഘട്ടത്തിൽ പ്രഭാതപൂർണനായിട്ട് ഈ പിശാച് വരുമ്പോൾ അതിൻ്റെ തല വെട്ടാൻ മുഖ്യദൂതനായ മിഖായേൽ ഊരിപ്പിടിച്ച വാളുമായി നമ്മുടെ മുന്നിൽ കടന്നു വരും. അതുകൊണ്ട് മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥയോട് ചേർന്ന് ഞാൻ ഈ ഒരു ശുശ്രൂഷ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്കൊരു ശത്രു മാത്രമാണ് ഈ ലോകത്തുള്ളൂ. അവൻ്റെ പേരാണ് പിശാച്. പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടി ഈ ലോകത്ത് നമ്മൾ ഓടി നടക്കുമ്പോൾ നമുക്കൊരു ശത്രുവുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും അല്ല, നമ്മുടെ ജീവിത പങ്കാളിയല്ല, നമുക്കെതിരെ വഴക്കുണ്ടാക്കുന്നവരല്ല. എന്നാൽ അവരെ കൊണ്ട് വഴക്കുണ്ടാക്കിപ്പിക്കുന്ന തന്ത്രശാലിയായ പിശാച് മാത്രമാണ് നമ്മുടെ ശത്രു. നമുക്ക് ഈ ക്രൈസ്തവ ജീവിതത്തിൽ ഈ ദുഷ്ടാരൂപിക്കെതിരായ യുദ്ധത്തിൽ ബൈബിള് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അത് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അതിപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരന്മാർ ഇതേ സഹനത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. പത്രോസ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശത്രുവായ സാത്താൻ പിശാച് അവൻ നിങ്ങളെ വിഴുങ്ങണമെന്ന്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ലൂസിഫർ എന്ന പേര് നല്ല പേരാണ്, ദൈവം കൊടുത്ത പേരാണ്. പ്രഭാത നക്ഷത്രം എന്ന നല്ലൊരു പേരാണ് ലൂസിഫർ. എന്തുകൊണ്ടാണ് നമ്മൾ ആ പേര് നമ്മുടെ മക്കൾക്ക് മാമോദിസ പേരോ ആർക്കും കൊടുക്കാത്തത്? കാരണം ആ പേരിൻ്റെ ഐഡൻറ്റിറ്റി തിന്മയായിപ്പോയി. ഇപ്പം എൻ്റെ പേര് നല്ലതായിരിക്കും, എൻ്റെ പ്രവൃത്തി മോശമാണെങ്കിൽ ആ പേര് ആർക്കും ഇടില്ല. ഇതാണ് മാലാഖയിൽ നിന്ന് പ്രവൃത്തിയിൽ മോശമായ പിശാചിനെ ആ പേര് പൊട്ടയായി വരും. അതുകൊണ്ട് മനുഷ്യൻ കൊടുത്തൊരു പേരുണ്ട്, അതാണ് സാത്താൻ, എതിർക്കുന്നവൻ. സൈറ്റാൻ എന്ന വാക്കിനർത്ഥം എതിർക്കുന്നവൻ എന്നാണ്. എവിടെ നന്മയുണ്ടോ അതിന് എതിർപ്പ് വരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനിൽ സാത്താനുണ്ട്. ഞാൻ അനേകർ ചോദിക്കാറുണ്ട്, നിങ്ങൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ? അവർ പറയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറയും, നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആർക്കെതിരെ ആകുന്നു അപ്പോൾ എന്നിൽ പിശാചുണ്ട്, സാത്താനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ എന്നത് കറുത്ത വസ്ത്രമിട്ട് പല്ല് പൊന്തി നാവ് നീട്ടി ചുവന്ന കളറിൽ വരുന്ന വ്യക്തിയല്ല. അങ്ങനൊരു വ്യക്തിയെ ആരും ഇഷ്ടപ്പെടില്ല. അതൊരു പ്രതിരൂപമാണ്. എന്നാൽ അവൻ്റെ പ്രവൃത്തിയുടെ പ്രതിരൂപം, അവൻ ഏറ്റവും മനോഹാരിത വരിക. അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. അവനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് കഴിയില്ല. അതിനാണ് ദൈവം പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ തരാം, പരിശുദ്ധാത്മാവിനെ തരാം. പരിശുദ്ധാത്മാവ് അശുദ്ധാത്മാവിനെ വ്യക്തമാക്കിയിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ശത്രുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് യുദ്ധം ചെയ്യാൻ അത്യന്താപേക്ഷിതമാണ്. നമുക്ക് യുദ്ധം ചെയ്യാൻ ഈ പിശാചിനെ കുറിച്ചുള്ള അറിവ് നമുക്കറിയണം. ആരാണ് പിശാച്? അവൻ്റെ തന്ത്രം എന്താണ് നമ്മൾ അറിയണം. അതുകൊണ്ട് ശത്രുവിൻ്റെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ അറിവ്. ശത്രുവിൻ്റെ സാന്നിധ്യം എവിടെയും ഉണ്ടാകാം. ആത്മീയ ഇടങ്ങളിൽ പോലും അവൻ നുഴഞ്ഞു കയറാം. അവിടേക്ക് നമ്മൾ കയറ്റിവിട്ട പിന്നെ പിശാചിന് അവിടെ സാന്നിധ്യമായി. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് പിശാച് ചില ഇടങ്ങളിൽ കയറാൻ. ഞാനൊരു പുരോഹിതനാണ്. എൻ്റെ അസ്വസ്ഥത കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധി ഇല്ലായ്മ കൊണ്ട് വിശുദ്ധമായ ഇടങ്ങളിൽ പിശാചിന് കയറാം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു അപ്പൻ്റെ അമ്മയുടെ അശുദ്ധി കൊണ്ട് ആ കുടുംബത്തിലേക്ക് പിശാചിന് കയറാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാതന്ത്ര്യം അവൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ദൈവത്തിൻ്റെ സ്ഥാനം അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ശത്രുവിൻ്റെ സാന്നിധ്യം എവിടെയെല്ലാം എപ്പോഴൊക്കെയാണ് ഈ സാന്നിധ്യം ഉണ്ടാകുക? നമുക്കറിയാമല്ലോ, ചില വേദനകൾ വരുമ്പോൾ, ചില നിരാശകൾ വരുമ്പോൾ പിശാച് നമ്മളോട് പറയും, എന്തിനാ ജീവിക്കണേ, ചത്തുപോയിക്കൂടെ, ആർക്കും വേണ്ടാത്തൊരു ജീവിതം. അപ്പോൾ എപ്പോഴൊക്കെയാണിത് വരണേ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പിശാച് അവൻ്റെ രൂപം നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും. മറ്റൊന്ന്, ശത്രുവിൻ്റെ ശക്തി എത്ര വലുതാണോ,
നമ്മുടെ കൃപ കുറയുന്നതിന് കൂടുതൽ അവൻ്റെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ യുദ്ധവും മുറയും മാറാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയണേ, കൃപ നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, കൃപയ്ക്ക് മേൽ കൃപ നേടണം, ശത്രുവിനെ തോൽപ്പിക്കാൻ. അതുകൊണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഡാനിയേൽ പൂണത്തിലച്ചൻ പങ്കുവെച്ചൊരു അനുഭവം കേട്ടു. നമ്മൾ പണ്ടത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങരുത്. മറിച്ച് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഉപവാസങ്ങളും പരിത്യാഗങ്ങളും പരിഹാരങ്ങളും വചന ശുശ്രൂഷകളും നമ്മൾ ആരംഭിക്കണം. അവിടെയാണ് ഇതിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഫലപ്രദമായ പദ്ധതികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. പിശാചിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായിട്ട് ഇന്ന് വരെ പിശാചിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ചറിയുക, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഭാഗമാണ് പിശാചിൻ്റെ അസ്തിത്വമെന്ന് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വെളിപാടുകളാണ് പിശാചിൻ്റെ സത്യത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. മറ്റൊന്ന്, വിശുദ്ധ ഗ്രന്ഥവും സഭാ പാരമ്പര്യവും തിരുസഭയുടെ പ്രബോധന അധികാരവും പിശാചിൻ്റെ അസ്തിത്വം വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തരുന്നു. കത്തോലിക്ക സഭയിൽ എക്സോസിസം എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് പ്രിയപ്പെട്ടവർ, വത്തിക്കാനിൽ. അത് സഭ പ്രത്യേകം അധികാരം കൊടുത്തിരിക്കുന്നത് പൗരോഹിത്യ അധികാരത്തിൽ ഇതിനെ ബന്ധിക്കാനാണ്. ഒരു പുരോഹിതൻ പട്ടം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ അഭിമന്യ പിതാവ് അഭിഷേകം ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും: പിശാചികളെ പുറത്താക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ നിന്നെ മെൽക്കിസെദെക്ക് ക്രമപ്രകാരം ഇതാ നിത്യ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പുരോഹിതർക്കും പിശാചിനെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്, ഡെലിവറൻസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ എക്സോസിസം എന്ന് പറഞ്ഞാൽ ഒരു പൊസസ് ചെയ്യപ്പെട്ട പിശാചിനെ പുറത്താക്കാൻ സഭ പ്രത്യേകം അധികാരം കൊടുത്ത വ്യക്തികളുണ്ട്. അതിനെയാണ് എക്സോസേഴ്സ് എന്ന് പറയുന്നത്. അത് റോമിൽ പ്രത്യേക ഒരു അധികാരമാണ്. അതില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. സഭയുടെ പ്രബോധന അധികാരമുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് അത് തിരിച്ചറിയണം. ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾക്കോ പരീക്ഷണങ്ങൾക്കോ പിശാചിനെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനാൽ പിശാചിൻ്റെ അസ്തിത്വം ഇല്ലെന്ന് പറയുന്നത് ശാസ്ത്രമാണെങ്കിലും ശാസ്ത്രത്തെ കൺട്രോൾ ചെയ്യാൻ പിശാചിന് കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തില്ല ശാസ്ത്രത്തിന് മുന്നിൽ. അതുകൊണ്ട് തിരിച്ചറിയണ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം നല്ല തന്നെയാണ്. എന്നാൽ പല ശാസ്ത്ര ശാഖകളിലും തിന്മ കടന്നു വരുന്നുണ്ട്. മനുഷ്യൻ്റെ നന്മയ്ക്ക് പകരം മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന ചില കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് ഉണ്ടാകാൻ ഇടവന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ദൈവം പിശാചിനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം പിശാചിനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മാലാഖ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പിശാചിലേക്ക് അധപതിക്കപ്പെട്ടതാണ്. നമുക്കും ഇതുപോലെ അധപതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ എൻ്റെ വീഴ്ചയുടെ യാഥാർത്ഥ്യത്തെയും ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുകൊണ്ട് പിശാചിനെ പുറത്താക്കിയത് ഈശോയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം: സായാഹ്നമായപ്പോൾ അനേകം പിശാചി ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഒന്ന്, വചനം പിശാചിനെ പുറത്താക്കും. മറ്റൊന്ന്, പിശാച് പുറത്തായ അനേകര് രോഗശാന്തി നേടുകയും ചെയ്യും. മറ്റൊരു വചനം പറയുക, മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യം: വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി, അനേകം പിശാചുകളെ പുറത്താക്കി. പലരും രോഗികളാകുന്നത് ദ പൊസഷൻ ഓഫ് ദ സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിട്ടുപോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം: അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാചുകളെ പുറത്താക്കിക്കൊണ്ട് അവൻ ഗലീല ഉടനീളം സഞ്ചരിച്ചു. ഇന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഈ ദുഷ്ടാരൂപിയെ പുറത്താക്കാനുള്ള ആത്മീയ കൃപകൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 5-ാം ദിവസം നമ്മൾ നേടിയെടുക്കാൻ ഒരുങ്ങണം. സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ മറ്റൊരു മുന്നറിയിപ്പാണ്. വിശുദ്ധനായ ക്ലെമന്റ് ഓഫ് റോം പറയുന്നത് ഇങ്ങനെയാണ്: തിരുസഭയുടെ വിശ്വാസികളുടെയും ബദ്ധ ശത്രുവാണ് പിശാച്. തിരുസഭയുടെയും വിശ്വാസികളുടെയും ബദ്ധ ശത്രുവാണ് പിശാച്. വിശുദ്ധ ക്ലെമന്റ് ഓഫ് റോം. മറ്റൊന്ന്, പോളികാർപ്പ് എന്ന് പറയുന്ന ചിന്തകൻ പറയുക: രക്തസാക്ഷിത്വത്തിന് സന്നദ്ധരായവരെ വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ് സാത്താൻ.
ഒരു രക്തസാക്ഷിത്വം വഹിക്കാൻ, വിശുദ്ധനാകാൻ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തിന്മയിലേക്ക് പിടിച്ചു നീങ്ങുകയും ആ വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് പിശാച്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചിന്തകം പറയുക, അത്തഗോറസ് എന്ന് പറഞ്ഞ ചിന്തകം പറയുക, വിഗ്രഹാരാധനയുടെ സൂത്രധാരനാണ് പിശാച്. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, സത്യദൈവത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സൂത്രധാരനാണ് സാത്താൻ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ. ഇരണീയൂസ് പറയുക, അധപതിച്ച മാലാകയും പറുദീസയിലെ സ്വർഗരൂപത്തിൽ വന്നവനുമാണ്. അധപതിച്ച മാലാക പറുദീസയിൽ സ്വർഗരൂപത്തിൽ വന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയണേ, പിശാചിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് സഭാപിതാക്കന്മാർ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പറയാണ്, അലസരിൽ പിശാച് വേഗം പ്രവേശിച്ച് തിന്മ ചെയ്യിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാരുടെ ചിന്ത പിശാചിനെക്കുറിച്ച് കൃത്യമായിരുന്നു. ഇന്ന് നമ്മൾ വളരുന്നതിനനുസരിച്ച് പിശാചില്ലെന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അപകട സ്ഥിതിയാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ആക്രമണ രീതിയുടെ പ്രത്യേകതകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒന്ന്, പിശാച് നേരിട്ട് ഒന്നും ചെയ്യില്ല. അവൻ നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും നേരിട്ട് പ്രവർത്തിക്കാൻ പിശാചിന് ദൈവം ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല. അവന് നേരിട്ടിട്ടും നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് പ്രവർത്തിക്കാൻ പിശാചിന് കഴിയുന്നൊരവസ്ഥയുണ്ട്. അതിതാണ് ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളിൽ, പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് അവൻ ഓർമ്മകളിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക്, നമ്മുടെ ഭാവനകളിലേക്ക്, നമ്മുടെ വികാരങ്ങളിലേക്ക് പതുക്കെ പതുക്കെ അവൻ കടന്നു വരും. ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളിലെ മുറിവുകളായിരിക്കാം. ചില മുറിവുകളിലൂടെ അവൻ കടന്നു വരും. പഴുപ്പ് കിടക്കുന്നത് എങ്ങനെയാണ്? ചില മുറിവുകൾ ഉണങ്ങാതിരിക്കുമ്പോൾ അത് പഴുത്ത് അത് കാലുവരെ മുറിച്ച് കളയാൻ ഇടവരും. ഇതുപോലെ നമ്മുടെ കുട്ടിക്കാലത്തെ ദുരുപയോഗിക്കപ്പെട്ട അനുഭവങ്ങൾ, അല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്ത അവസ്ഥകൾ, സ്നേഹം കിട്ടാത്ത, ദാമ്പത്യത്തിൽ നിന്ന് സ്നേഹം കിട്ടാത്ത, പിതൃത്വത്തിൽ നിന്ന് മാതൃത്വത്തിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഉണ്ടായ മുറിവുകൾ, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട ചില വാക്കുകൾ, ഇത് ഇരുന്ന് പഴുകാൻ തുടങ്ങും. ഇവിടെയാണ് ഇവൻ ചില വികാരങ്ങളിലൂടെ നമ്മുടെ ഓർമ്മകളിലേക്ക്, ഭാവനകളിലേക്ക് ചില വസ്തുക്കൾ കൊണ്ടിടുക. 1 കൊരിന്തോസ് 10:13 പറയുകയാണ്, ദൈവം വിശ്വസ്തനാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കില്ല. ദൈവം ശക്തനാണ്. നമുക്ക് അനുവദിക്കപ്പെട്ട പ്രലോഭനത്തെ തോൽപ്പിക്കാനുള്ള കൃപ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഇനി വിവിധ തരം ആക്രമണ രീതികളാണ് പിശാചിനുള്ളത്. ഇത് സഭ പഠിപ്പിക്കുന്ന ആക്രമണ രീതികളാണ്. ഒന്ന്, പാപത്തിൻ്റെ പ്രലോഭനം. ഒന്നാമത്തെ അവൻ്റെ പിശാചിൻ്റെ ആക്രമണ രീതിയാണ് പാപത്തിന് പ്രലോഭിപ്പിക്കുക. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റേണ്ടതിന് അവൻ ചെയ്യുന്നത് ചില പ്രേരക ശക്തികൾ നമുക്ക് തരിക. ചിലപ്പോൾ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലേക്ക് ഇൻഡ്യൂഷൻസ് തരിക, ചില തിന്മയുടെ ഇൻഡ്യൂഷൻസ് തരിക. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് കാണാൻ നോക്കും. ചിലപ്പോൾ നമുക്ക് അതിനോട് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ റുട്ടീനായിട്ട് കടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് അത് കാണുന്നത്. ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു അഭിവാഞ്ച. ഇതാണ് പാപത്തിൻ്റെ പ്രലോഭനം. നമുക്ക് ചിന്ത തോരും ഇതൊന്നും വീണു പോകില്ല. എന്നാൽ കണ്ടു കഴിയുമ്പോൾ അവൻ പതുക്കെ മനസ്സിലിരുന്ന് പറയും, നീ തെറ്റായ ചിത്രം കണ്ടില്ലേ, ഇനി നിനക്ക് ജഡിക പാപം ചെയ്തൂടെ, ഈ ആഗ്രഹത്തെ എന്തിനു നീ കുഴിച്ചു മൂടണം. ഇതാണ് ഒന്നാമത്തെ അവൻ്റെ ആക്രമണ രീതി. രണ്ടാമത്തെ ആക്രമണ രീതി തഴക്ക ദോഷങ്ങളിൽ വീഴിച്ച് പീഡിപ്പിക്കുക. ചിലർക്ക് ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ പിശാച് അതിലിടുക. പാപജീവിതത്തിൽ പാടെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ. ചില തീരുമാനം എടുത്ത് 2-3 ദിവസം, ചിലർക്ക് 50 നോമ്പിൽ മാത്രം പറ്റും. ചിലപ്പോൾ ഈ 33 ദിവസത്തെ വിമലകൃതി പ്രതിഷ്ഠ ചെയ്യണ വരെ പറ്റും. പിശാച് പറയുക, ഇത്ര ദിവസം നിനക്ക് പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെയും വീഴും, കുറച്ച് കഴിയുമ്പോൾ നീ പിന്നെയും നന്നാവും, പിന്നെയും വീഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കൽ 50 ദിവസം നോമ്പും ഉപവാസവും പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയൂടെ 50 ദിവസം ജീവിക്കാൻ പറ്റും. ഒരു ദിവസം നന്നായി ജീവിക്കാൻ പറ്റിയ നമുക്ക് പിന്നീട് ആ ഒരു ബലത്തിൽ ഞാൻ വീഴില്ലെന്നൊരു തീരുമാനം എടുത്താൽ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ അവൻ തരുന്ന ബലഹീനതകളാണ് നമ്മുടെ വീഴ്ചയ്ക്കാൻ. അപ്പോൾ തഴക്ക ദോഷങ്ങൾ നമ്മളെ വീഴ്ത്തും. മൂന്നാമത്തെ അവൻ്റെ തന്ത്രമാണ് പിശാച് ബാധിക്കുക. ഇങ്ങനെ വീണ് കുറേ നാൾ കഴിയുമ്പോൾ ചില അവസ്ഥകളിൽ കൊണ്ട് നമ്മളെ പിശാച് ബാധ വരും. പിശാച് ബാധ എന്ന് പറയും. അതിങ്ങനെയാണ് പറയുന്നത്, ഇത് പിശാച് ഉപയോഗിക്കുന്ന അസാധാരണ ആക്രമണ രീതിയാണ്. പെട്ടെന്നൊന്നും ഉണ്ടാവില്ല.
ഇത് അസാധാരണമായി ചില വ്യക്തികളിൽ ദൈവം ചെയ്യുന്ന ഒരു തന്ത്രമാണ് അവൻ്റെ പിശാച് ബാധ. ഇതുവഴി വസ്തുക്കൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നശിച്ചു പോകാനിട വരും. ബിസിനസ്സുകളിൽ, വളർത്തു മൃഗങ്ങളിൽ മരണം ഉണ്ടാകും. എത്ര പൈസ സമ്പാദിച്ചാലും ഓട്ടസഞ്ചി. കാരണം പൊസഷൻ വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവരെ അവൻ നമ്മുടെ കൺട്രോളിലില്ല. അവൻ ദൈവത്തിൻ്റെ കൺട്രോൾ ആയതുകൊണ്ട് പിശാചിനെ അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ, പിശാച് ബാധ വന്നാൽ അത് അപകടസ്ഥിതിയാണ്. പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട നല്ലൊരു കുമ്പസാരം നടത്തി ഏതെങ്കിലും നല്ലൊരു വൈദികൻ്റെ അടുത്ത് പോയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊരു ധ്യാനം കൂടാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് വരെ അവൻ ഓടിപ്പോകും. നാലാമത്തത് പിശാചിൻ്റെ അലട്ടലാണ്. ഇങ്ങനൊരു ബാധ ബാധിച്ച വ്യക്തിക്ക് എപ്പോഴും ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാവും. ചില സ്വരങ്ങൾ കേൾക്കുക, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മാനസിക സംഘർഷം ഉണ്ടാവുക, എത്ര മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചാലും വിട്ടുപോകാത്ത, സൽപ്രവൃത്തികൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അഞ്ചാമത്തത് പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ആവേശമാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഡയബോളിക്കൽ പൊസഷൻ എന്ന് പറയും. ഇത് എക്സോസിസം ചെയ്യാതെ പുറത്തു പോകില്ല. ഇത് അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ വലിയൊരു കാറ് വരെ മറച്ചിടുന്ന അവസ്ഥയിലേക്ക് ഈ ശരീരത്തെ ഡയബോളിക്കൽ പൊസഷൻ കൊണ്ടുവരിക. സഭ പഠിപ്പിക്കുക, ഇതിനാണ് എക്സോസിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് സാത്താൻ്റെ മേൽ വിജയം നേടാനുള്ള വഴികൾ പറഞ്ഞു തരാം. ഒന്ന്, ശക്തമായ പേഴ്സണൽ പ്രയർ. ഇന്നു മുതൽ ആരംഭിക്കണം പ്രിയപ്പെട്ടവർ, വ്യക്തിപരമായ പ്രാർത്ഥന. മറ്റൊന്ന്, ദിവ്യബലി മുടക്കരുത്. എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. പിശാചിന് തൊടാൻ പറ്റില്ല. ഈ ഡയബോളിക്കൽ പൊസഷൻ വരാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, എന്നും ശരീരത്തിൽ കുർബാന. ഈ ഡയബോളിക്കൽ പൊസഷനുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട തിരിച്ച്, അതുപോലെ കുരിശുരൂപം ധരിക്കുക, കുരിശുരൂപം വീട്ടിൽ വയ്ക്കുക, യഥാർത്ഥ മരിയ ഭക്തി പുലർത്തുന്ന ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിക്കുക, ഭയപ്പെടാതെ ചെറുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. മറ്റൊന്ന്, ദൈവവചനം വായിക്കുകയല്ല, ധ്യാനിച്ച് ജീവിക്കുക. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നേടുക, പാപരഹിതം ജീവിക്കുക.